ഹലോ നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ സോബാക്സിന്റെ ചില അപ്ഡേറ്റുകളും അതുപോലെ തന്നെ പല ആളുകളുടെ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മളൊക്കെ കേട്ടിട്ടുള്ള പലതരം ബിസിനസ്സുകൾ കേട്ടിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നത്. വിദേശ രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് കമ്പനികൾ ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്ന് കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ് ആകത്തക്ക രീതിയിൽ കോമ്പൻസേഷൻ പ്ലാനുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മെമ്പർഷിപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോമുകൾ ഓരോ ദിവസങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ മെമ്പർഷിപ്പ് ബേസ്ഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം വന്നിട്ടില്ല. ആദ്യമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ് സോബാക്സ്. പിന്നെയും ഏതൊക്കെ കമ്പനികളാണ് മെമ്പർഷിപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ വന്നതും വരാനിരിക്കുന്നതും ആയ വിദേശ കമ്പനികളെ കുറിച്ചും ഇന്ത്യൻ കമ്പനികളെ കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സോബാക്സ് ആണ് ആദ്യത്തെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം മെമ്പർഷിപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നവംബർ 2nd വീക്കിൽ സോബാക്സിന്റെ ലോഞ്ചിങ് ഉണ്ടാവും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. സോബാക്സ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഓരോ ഇന്ത്യൻ ജനതയ്ക്കും, ഏതൊരു പാവപ്പെട്ടവനാണെങ്കിലും നല്ലൊരു വരുമാനം എവരി മന്ത് നേടിക്കൊടുക്കുക എന്ന ഒരു കോൺസെപ്റ്റ്, എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഇന്ത്യയിൽ പല വിദേശ കമ്പനികൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിലൂടെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് അറിയാം. ഇത്തരം കമ്പനികളിൽ എടുത്തു പറയത്തക്ക രീതിയിൽ ഉള്ള ഒന്ന് വലിയ നല്ലൊരു കമ്പനിയാണ് ഓൺ പാസീവ് എന്നത്. അതുപോലെ തന്നെ ആർ നെറ്റ്വർക്ക്, ജാ ലൈഫ് സ്റ്റൈൽ, ഇത് മൂന്നും വിദേശ കമ്പനികളാണ്. പക്ഷേ സോബാക്സ് പ്യുവർ ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ നിയമവ്യവസ്ഥ പ്രകാരം വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഇനിയും ഓരോ കമ്പനികളെ കുറിച്ച് പറയാം. ഓൺ പാസീവ് എന്നത് ഒരു ആർട്ടിഫിഷ്യൽ ബേസ്ഡ് മാർക്കറ്റിംഗ് ടൂൾസ് ജനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫൗണ്ടർ മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആർ നെറ്റ്വർക്ക് ഏകദേശം 1 വർഷം മുമ്പ് ഇതിന് ലോഞ്ചിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ആ പ്ലാൻ ഇന്ത്യയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ MLM എന്ന രീതിയിലേക്ക് വന്നു. എങ്കിലും അവരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നീട് വരാൻ പോകുന്ന ഒരു കമ്പനിയാണ് ജാ ലൈഫ് സ്റ്റൈൽ. ഇത് ആളുകൾക്ക് പരസ്യം കണ്ട് പണം നേടിക്കൊടുക്കാം, ലഭിക്കുമെന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൊണ്ടുവരുന്നത്. അതിലും ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം അതിനകത്തുണ്ട്. പിന്നെ ഇതൊക്കെ ഈ 3 വിദേശ കമ്പനികളാണ്. സോബാക്സ് ആണ് പ്യുവർ ഇന്ത്യൻ കമ്പനി. ഇനിയും ഓൺ പാസീവിനെ കുറിച്ച് ആദ്യം പറയാം. ഓൺ പാസീവ് മന്ത്ലി റെസിഡ്യൂവൽ ഇൻകം അവർ കൊടുക്കുന്നത് 10 ലെവലുകളിലേക്കാണ്. ഇവിടെ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. 10 ലെവലുകളിലേക്കാണ്. അത് 3/10 ഫോഴ്സ്ഡ് മാട്രിക്സ് പ്ലാൻ ആണ്. ഇതിൽ ഓരോ ലെവലുകളിൽ 3, 9, 27, 81, 243, 729, 2187 എന്ന രീതിയിൽ 10ാമത്തെ ലെവലിലാകുമ്പോൾ 59,049 മെമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. 4 തരം മെമ്പർഷിപ്പ് പാക്കേജുകളുണ്ട്. $25, $125, $250, $500. ഇനിയും ഏറ്റവും ചെറിയ പാക്കേജിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. അതിനുശേഷം സോബാക്സിനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ആളുകളുടെ ആ ഒരു ഭയം മനസ്സിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ്. കാരണം മെമ്പർഷിപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത് പോലും. അപ്പൊ ആ ഒരു ഭയം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം കമ്പനികളെ കൂടെ ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത്. ഇവിടെ മിനിമം $25 സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിൽ പോലും ഇപ്പം അവരുടെ ജോയിനിങ് നടക്കുന്നത് ഫൗണ്ടർ മെമ്പറുടെ തെരഞ്ഞെടുപ്പാണ്. $100 പ്ലസ് GST ആണ്. ഏകദേശം 9,000 രൂപ അടുത്ത് ചെലവ് വരുമ്പോഴാണ് അവരുടെ ഫൗണ്ടർ മെമ്പറിനെ സെലക്ട് ചെയ്യുന്നത്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ടൂളാണ്. പല രീതിയിലുള്ള നമുക്ക് ഓൺലൈനിൽ ഏതൊക്കെ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അത്തരം ടൂളുകളാണ് ഉള്ളത്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ $25. ഏറ്റവും ചെറിയ പാക്കേജ് ഞാൻ പറഞ്ഞു 4 പാക്കേജുകൾ. അതിൽ ഏറ്റവും ചെറിയ പാക്കേജ് എന്ന് പറയുന്നത് 1925 ഇന്ത്യൻ റുപ്പീസ് പ്ലസ് GST ആണ് അവർക്ക് കൊടുക്കേണ്ടത്. ഈ $25 ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് $14 ആണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. $25 വാങ്ങുന്നതിൽ, അതായത് ആദ്യ ലെവലിൽ 2, പിന്നെ 3, സെക്കൻഡ് ലെവലിൽ $3, പിന്നെ $2, 1, 1, 1, 1 അങ്ങനെ ഈ ലെവലുകളിൽ, അതായത് 7 ലെവലുകളിൽ $1 വീതവും, അതിന് മുകളിലുള്ള ആദ്യത്തേതും 3ാമത്തെ ലെവലിൽ $2, രണ്ടാമത്തെ ലെവലിൽ $3, അങ്ങനെ ടോട്ടൽ $7 അവിടെയും, പിന്നെ 7 ലെവലുകളിലേക്ക് $7. ടോട്ടൽ $14 ആണ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. കാരണം 56% ഡിസ്ട്രിബ്യൂഷൻ ആണ് അവർ ചെയ്യുന്നത്. കമ്പനി
ഇതിൽ 44% കമ്പനി ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവർ മാർക്കറ്റിംഗ് റൂള് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ എക്സ്പെൻസ് ആയിട്ടാണ് അവരത് ഈടാക്കുന്നത്. ഇനിയും ഇപ്പൊ ഇവിടെ $25 മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്നതിൽ $14 മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇനിയും ജാ ലൈഫ് സ്റ്റൈൽ എന്ന ഒരു കമ്പനി ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല, ലോഞ്ച് ആകാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മാട്രിക്സ് പ്ലാനിലാണ്. പക്ഷേ ഫസ്റ്റ് ലെവലിൽ മാക്സിമം നമുക്ക് എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരാം. സെക്കൻഡ് ലെവലിൽ എത്ര പേര് വേണമെങ്കിലും ആകാം. ഇതിനകത്ത് മിനിമം 3 മെമ്പേഴ്സിന്റെ ആക്ടിവേഷൻ, ഓരോ ലെവലിലും 3 മെമ്പേഴ്സ് ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ 7 ലെവലിന്റെ മാട്രിക്സ് പ്ലാൻ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓരോ ലെവലുകളിൽ കൊടുക്കുന്ന എമൗണ്ട്, ആദ്യ ലെവലിൽ എത്ര പേരെ വേണമെങ്കിൽ ഡയറക്റ്റ് ചേർക്കാം, $5 ആണ് അവിടെ ലഭിക്കുന്നത്. സെക്കൻഡ് ലെവലിൽ 2, തേർഡ് 2, ഫോർത്ത് 2, ഫിഫ്ത്ത് 2, സിക്സ്ത് ലെവലിൽ $3, സെവൻത് ലെവലിൽ $4. ഡോളർ അല്ല, സോറി, യൂറോയാണ്. യൂറോ വാല്യൂ ആണ്. ആദ്യ സമയങ്ങളിൽ ഇത് ഡോളർ ആയിരുന്നു, പിന്നീട് അവർ യൂറോയിലേക്ക് കൺവേർഷൻ ചെയ്തതാണ്. അപ്പൊ ഇവരുടെ ഒരു മന്ത്ലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജോയിനിങ് ഫ്രീ ആണ്. പക്ഷേ അവിടെ KYC വെരിഫിക്കേഷൻ 1000 rupeesന്റെ വെരിഫിക്കേഷൻ ഉണ്ട്. അത് പേയ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വെരിഫൈ ആകത്തുള്ളൂ. വെരിഫൈ ആയവർക്ക് മാത്രമേ ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ മാഗസിൻസ് ആണ്. ഈ മാഗസിനാണ്, ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. ഇവിടുത്തെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് €48. ഇന്ത്യൻ റുപ്പീസ് ഏകദേശം കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ €1 88 കാൽക്കുലേഷൻ വെച്ചാൽ പോലും €4225 മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. ഈ €48 മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഇവർ വാങ്ങുമ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വെറും €20 മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾ കൂട്ടി നോക്കിയാൽ അറിയാൻ പറ്റും. 5, 2, 2 ഇങ്ങനെ 5 ലെവല്, പിന്നെ 3, 4 അങ്ങനെ ടോട്ടൽ €20 ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്നത് €48. അപ്പം 41.66% ആണ് ഇവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. കമ്പനി ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് 58.33% കമ്പനി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ശതമാനം കമ്പനിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ബാക്കി ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്. ഇനി അടുത്ത ഒരു കമ്പനിയെ കുറിച്ച് പറയാം, ആർ നെറ്റ്വർക്ക്. ആർ നെറ്റ്വർക്ക് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ അവര് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഓരോ മാസവും റീപർച്ചേസിങ് നടത്തുന്ന ഒരു പ്ലാനാണ് കൊണ്ടുവന്നത്. ഇവിടെ 10 ലെവലാണ് ഇവിടെ മാട്രിക്സ് പ്ലാന്. 3/10 മാട്രിക്സ് പ്ലാൻ ആണ് ഇവിടെയും. അപ്പൊ ഈ 10 ലെവലുകളിൽ ടോട്ടൽ മെമ്പേഴ്സ് വരുന്നത് 88,572 മെമ്പേഴ്സ് ആണ് ഈ 10 ലെവലുകളിലായിട്ട് വരുന്നത്. അപ്പൊ ഓരോ ലെവലുകളിലും ഓരോ മെമ്പേഴ്സ് 3 പേരെയാണ് ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നതെങ്കിൽ ഓരോ ലെവലിലും $2 വീതമാണ് കൊടുക്കുന്നത്. അതായത് 10 ലെവലിൽ ഡിസ്ട്രിബ്യൂഷൻ ആകുന്നത് $20 മാത്രമാണ്. $20. ഇനി ഇതിന്റെ ജോയിനിങ് എങ്ങനെയാണ്? ജോയിനിങ്ങിന് $60 ആണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഏകദേശം $5300 ഇൻക്ലൂഡിങ് GST. ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആർ നെറ്റ്വർക്കിന്റെ ഒരു പേനായും ആർ നെറ്റ്വർക്കിന്റെ ഒരു ഡയറിയുമാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ പ്രൊഡക്റ്റ്. ഈ ഫ്യൂച്ചറിൽ അവർ പല പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, FMCG പ്രൊഡക്റ്റുകൾ. ഇനിയും ഇവരുടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് $60 ആണ്. ഓരോ മാസവും നമ്മൾ $60 കൊടുക്കണം. അതായത് ഓരോ മാസവും നമുക്ക് പെന്നും ഡയറിയും കിട്ടും. അപ്പം $60 ഓരോ മാസം, അതായത് $5300 വീതം ഓരോ മാസവും സബ്സ്ക്രിപ്ഷൻ നൽകണം. ഈ $60 നമ്മളിന്ന് വാങ്ങുന്നതിൽ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ വെറും $20 മാത്രമാണ്. നമ്മൾ കണ്ടു, ഓരോ ലെവലിലും $2 വീതം മാത്രമാണ്. അതായത് ഇവിടുത്തെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് 33.33% മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ. കമ്പനി ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് 66.66% ആണ്. അപ്പൊ അവർക്ക് പേനായും ഡയറിയും ഇതിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതാണ് ആർ നെറ്റ്വർക്കിന്റെ പ്ലാൻ. ഇനിയും നമ്മുടെ സോബാക്സിന്റെ പ്ലാനിലേക്ക് കിടക്കാം. സോബാക്സില് 3/9 ഫോഴ്സ്ഡ് മാട്രിക്സ് പ്ലാൻ തന്നെയാണ്. 9 ലെവലിലെ ടോട്ടൽ മെമ്പേഴ്സ് 29,523 മെമ്പേഴ്സ് ആണ്. ഓരോ ലെവലിലും 3 മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വരുമാനം കിട്ടുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന്? ഇത് ഓരോ ലെവലുകളിലും $50 വീതം ഓരോ മെമ്പേഴ്സിന്റെ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ലെവലിലും $50 ഇവിടെ ഓരോ ലെവലിലും $50 വീതം കാൽക്കുലേഷൻ വരുമ്പോൾ ഇവിടെ ജോയിനിങ് ഫീ എന്ന് പറയുന്നത്, അതായത് ഡിജിറ്റൽ ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി 1000 പ്ലസ് GST ആണ്. അതായത് $1180 മാത്രമാണ്. അപ്പം ഈ ആദ്യം പറഞ്ഞ 3 കമ്പനികളെക്കാളും ഏറ്റവും കുറഞ്ഞ ചെലവ് മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെ $1180 ഇൻക്ലൂഡിങ് GST ആണ്. GST പ്രോപ്പർലി ഗവൺമെന്റിന് പോകുന്നതാണ് $180. പിന്നെ കമ്പനിക്ക് ലഭിക്കുന്നത് $1000.
ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് PLR പ്രൊഡക്റ്റ് ആണ്. PLR പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെറും 500 രൂപ മാത്രമാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഈടാക്കുന്നത്. ഈ 500 രൂപയുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 450 രൂപ എവറി മന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് 90% വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ആണ്. മറ്റുള്ള കമ്പനികളുടെ എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾ കണ്ടതാണ്. 90% ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കമ്പനിയുടെ കയ്യിൽ വരുന്നത് 10% മാത്രമാണ്. പക്ഷേ ആ 10%വും ജനങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതായത് ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിലേക്ക് 6%, അതായത് 30 രൂപ, ചാരിറ്റി ഫണ്ടിലേക്ക് 2%, 10 രൂപ, ഫ്രാഞ്ചൈസി ഫണ്ടിലേക്ക് 2%, 10 രൂപ. അങ്ങനെ ഈ 50 രൂപയും കമ്പനി ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അതായത് 100% ആണ്. അതായത് ഇവിടെ 450ഉം ഇവിടെ കൂട്ടിയ 50, 500 രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്നത് ഫുള്ളി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഈ 4 കമ്പനികളെ കുറിച്ച് കേട്ടു. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് കമ്പനികളാണ്. ഇനിയും ഒന്ന് കമ്പയർ ചെയ്ത് ഒരു പേജിൽ നിന്ന് കാണിക്കാം. ഇവിടെ ഓൺ പാസീവിന്റെ മാർക്കറ്റിംഗ് ടൂളിനെ കുറിച്ച് പറഞ്ഞു. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ $25, ഏകദേശം മന്ത്ലി നമ്മൾ കൊടുക്കേണ്ടത്. ഏറ്റവും ചെറിയ പാക്കേജിന്റെയാണ്, വലിയ വലിയ പാക്കേജ് അതിനകത്തുണ്ട്. ഏകദേശം 2000 രൂപയ്ക്ക് അടുത്ത്, 2000 രൂപയ്ക്ക് മേളിൽ വരും. പ്ലസ് GST ആകുമ്പോൾ 2000 രൂപയ്ക്ക് മേളിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതിലെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം ഇവിടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ഇവർ ചെയ്യുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇവരുടെ പ്രൊഡക്റ്റ് ഡിജിറ്റൽ ആണ്, ഇ-മാഗസിൻ ആണ്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ €48, ഏകദേശം 4225 പ്ലസ് GST വന്നിരിക്കാം ഇന്ത്യയിൽ ഇതിന്റെ രജിസ്ട്രേഷൻ ആയി കഴിയുമ്പോൾ. ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറഞ്ഞു. ഓൺ പാസീവ് 56% അവർ ഹോൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ 41.66% മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. നെറ്റ്വർക്ക് 33.33% മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. പക്ഷേ സോബാക്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 500 രൂപ മാത്രമാണ്. ഏതൊരു പാവപ്പെട്ട വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിലൂടെ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ടീം വർക്കിലൂടെ മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. യൂണിറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ 500 രൂപ മാത്രമാണ്. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ 2000-ൽ കൂടുതൽ വരുന്നുണ്ട് ഓൺ പാസീവില്. ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഏകദേശം 4500-ന് മേളിൽ വന്നിരിക്കും ഇൻക്ലൂഡിങ് GST വരുമ്പോൾ. നെറ്റ്വർക്കിലാണെങ്കിൽ 5300 രൂപ ഇൻക്ലൂഡിങ് GST ആണ്. ഇതൊക്കെ സാധാരണ പാവപ്പെട്ടവർക്ക് ചേരാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഏതൊരു പാവപ്പെട്ട വ്യക്തിക്കും സോബാക്സിലൂടെ നല്ല വരുമാനം നേടാൻ പറ്റും. 500 രൂപ മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ. ഈ 500 രൂപയുടെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 450 ഡയറക്ട്ലി ഡിസ്ട്രിബ്യൂഷൻ ആണ് 9 ലെവലുകളിലേക്ക് 50 രൂപ വീതം. പിന്നെ 10% കമ്പനിയുടെ ഇരിക്കുന്നത് 50 രൂപ. അതും ലൈഫ് സ്റ്റൈൽ റിവാർഡ്സും ചാരിറ്റി ഫണ്ടിലും ഫ്രാഞ്ചൈസി ഫണ്ടിലേക്കുമായിട്ട് അതും മാറ്റിയാണ്. 100% ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇതൊരു MLM കമ്പനിയല്ല. ഇവിടെ നെറ്റ്വർക്ക്, പക്ഷേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, MLM പ്ലസ് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് അവരുടേത്. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ അവർ വാങ്ങുന്നത് പ്രൊഡക്റ്റ് എവരി മന്ത് ഡെലിവറി ചെയ്യുക എന്നതിലൂടെയാണ്. അതായത് റീപർച്ചേസിങ് നടക്കുന്നതിലൂടെയാണ്. ആ ഒരു പേരിലാണ് $60 വാങ്ങുന്നത്. അപ്പൊ ഇവിടുത്തെ വ്യത്യാസങ്ങളും ഈ ഒരു ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോബാക്സിലൂടെ ഏതൊരു പാവപ്പെട്ട വ്യക്തിക്കും അവർക്കൊരു യൂണിറ്റി ഉണ്ട്, ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ല ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിൽ യാതൊരു സംശയമില്ല. സോബാക്സിന്റെ ഫൗണ്ടർ ആൻഡ് CEO ഞാൻ തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരാം. എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുക എന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് മുമ്പോട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല ഒരു സപ്പോർട്ടിംഗ് ടീം എനിക്ക് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരുമാണ് എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയുള്ളത്. നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ടീം ലീഡേഴ്സിന്റെയും ഒക്കെ വ്യൂസ് ഒക്കെ അറിഞ്ഞ് ഓരോരുത്തരും നമ്മളോട് പറയുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. ആ ഒരു കോൺഫിഡന്റിലാണ്. നിങ്ങളുടെ പിന്നെ സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഏതൊരു പാവപ്പെട്ടവനും എവരി മന്ത് ഇൻകം ജനറേഷൻ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് സോബാക്സ് ഇത്തരം ഒരു പ്രൊജക്ട് കൊണ്ടുവന്നത്. 100% ലീഗലാണ്. ഗവൺമെന്റിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അച്ചീവ് ചെയ്തിട്ടുള്ളതാണ്, മേടിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഓരോരുത്തർക്കും വളരെ നല്ല ഇൻകം ഓരോ മാസവും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ യൂണിറ്റി ഉണ്ടാകുക, ടീം ബിൽഡ് ചെയ്യുക എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മാക്സിമം നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ടീം വർക്കാണ് ഇവിടെയുള്ളത്. ശരിക്കും നമ്മൾ ടീം വർക്ക് ചെയ്യണം. മിനിമം 3 മെമ്പേഴ്സിനെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മിനിമം എന്നല്ല, നിങ്ങൾ മാക്സിമം എത്ര വേണമെങ്കിലും ഡയറക്റ്റ് മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാരണം അതിന്റെ പ്ലാൻ അതേ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത്തരം മെമ്പർഷിപ്പ് ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാന് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഓൾ ഓവർ ഇന്ത്യയിൽ ഇതിന്റെ ബിസിനസ് നടക്കാൻ പോവുകയാണ്.
ആദ്യം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഡിസ്ട്രിക്റ്റുകളിലും ഓരോ സ്റ്റേറ്റുകളിലും ഈ ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരിക്കും. അപ്പം ആദ്യം നമ്മുടെ മലയാളികൾക്ക് തന്നെ ഈ കോൺസെപ്റ്റ് കിട്ടുന്നതിൽ ഞാനും വളരെ സന്തോഷവാനാണ്. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഇന്ന് തന്നെ ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ല കോൺസെപ്റ്റാണ്. 100% ജെന്യൂൻ ആയിട്ട് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ഞാൻ ഒരാളുടെയും ഒരു പൈസ പോലും കളിപ്പിക്കാനല്ല ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളി സോഫ്റ്റ്വെയർ സിസ്റ്റം പ്രോഗ്രാമാണ്. ഇതിനകത്ത് ഒരു മാനുവൽ പ്രോഗ്രാം ഇല്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആണ്, സിസ്റ്റം ജനറേഷൻ ആണ്. അപ്പം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നവംബർ 2nd വീക്കിൽ ഇതിന്റെ ലോഞ്ചിങ് ആണ്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, കാരണം ടെസ്റ്റിംഗ് ഫൈനൽ സ്റ്റേജുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ കൂട്ടുകാരും നല്ല ടീം ഡെവലപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കാരണം ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.